ലെക്ചേഴ്സ് ആണല്ലോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ 2024 നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞോ? എന്ന് വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ്? അപ്ലൈ ചെയ്യാനായിട്ട് ഡേറ്റ് കഴിഞ്ഞോ? ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് എക്സാമിനേഷൻ ഉണ്ടാകുമോ എന്നൊക്കെ കുട്ടികൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ 2024 നോട്ടിഫിക്കേഷൻ ഇതുവരെയും വെബ്സൈറ്റിൽ ഒഫീഷ്യലി ആയിട്ട് വന്നിട്ടില്ല. നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ ഡേറ്റ് എന്നാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. മറ്റ് വെബ്സൈറ്റുകളിലൊക്കെ നോക്കുമ്പോഴേക്കും ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് എക്സാമിനേഷൻ ഉണ്ട്, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു എന്നുള്ള ന്യൂസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുവരെയും ഒഫീഷ്യൽ ആയിട്ട് വെബ്സൈറ്റിൽ നമുക്ക് വന്നിട്ടില്ല. കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളെ യൂട്യൂബ് വഴിയായിട്ട് അറിയിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലെയിമുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട്. അപ്പൊ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ 2024 അപ്ലൈ ചെയ്യാനായിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ കരുതി വെക്കേണ്ടത്? നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യണം. അപ്പൊ അപ്ലൈ ചെയ്യാനായിട്ട് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് അതിനു വേണ്ടി റിക്വയർഡ് ആയിട്ടുള്ളത്, എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിലൂടെ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓരോ കാറ്റഗറിക്കും വേണ്ട എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ്, ജനറൽ കാറ്റഗറിക്ക് പൊതുവെ എല്ലാവർക്കും വേണ്ട ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ നോക്കാം എല്ലാവർക്കും വേണ്ട ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ്. അതായത് പ്രത്യേകിച്ച് റിസർവേഷന്റെ ഇതൊന്നും ഇല്ലാതെ തന്നെ എല്ലാ കാറ്റഗറിക്കും ജനറൽ ആയിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ട കയ്യിൽ കരുതേണ്ട ഡോക്യുമെന്റ്സ് എന്തെല്ലാമാണെന്നാണ് നമ്മൾ ആദ്യമേ നോക്കുന്നത്. അതിനുശേഷം നമ്മൾ ഓരോ കാറ്റഗറിക്കും അവര് വെക്കുന്ന കാറ്റഗറി അനുസരിച്ച് അവർക്ക് എന്ത് ഡോക്യുമെന്റ്സ് ആണ് അതിന് ആനുപാതികമായി വെക്കേണ്ടതെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം നോക്കുന്നത് എല്ലാവർക്കും വേണ്ട കയ്യിൽ കരുതേണ്ട ഡോക്യുമെന്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ടത് എന്തൊക്കെയാണെന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ലാപ്പ് വഴിയായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഒരു അക്ഷയ സെന്ററിൽ പോകുകയാണെങ്കിൽ അത് വഴിയായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കാരണം ഇപ്പോൾ ഡേറ്റാസ് ഒക്കെ നിങ്ങൾക്ക് സ്കാൻ ചെയ്യണം. അങ്ങനെ ഇപ്പോൾ ഫോട്ടോ ഒക്കെ ആണെങ്കിലും സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് കയറ്റണമെങ്കിൽ ആ ഒരു കറക്റ്റ് സൈസ് ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് അക്ഷയയിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട ഡോക്യുമെന്റ്സിനെ കുറിച്ചുള്ള ലിസ്റ്റ് ആണ് നോക്കുന്നത്. ഒട്ടും വലിച്ചു കിട്ടാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 2024 ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് വേണ്ടത് ഫോട്ടോയും സിഗ്നേച്ചറും ആണ്. ഫോട്ടോ എന്ന് പറയുന്നത് JPG ഫോർമാറ്റിലായിരിക്കണം. JPG ആയിട്ടാണ് വേണ്ടത്. അപ്പൊ 50 KB 15 KB മുതൽ 100 KB വരെയാണ് സൈസ് വേണ്ടത്. അപ്പൊ ഫോട്ടോയുടെ സൈസ് ശ്രദ്ധിക്കുക. 50 KB തൊട്ട് 100 KB വരെ സൈസിനകത്തായിരിക്കണം ഫോട്ടോയുടെ സൈസ് വേണ്ടത്. പിന്നെ ഫോട്ടോ വരുമ്പോൾ ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. അതായത് നമ്മൾ ഫോണിൽ എടുത്ത ഫോട്ടോയോ നമ്മുടെ വാട്സ്ആപ്പ് DP ഒന്നും കൊണ്ട് ഇടരുത്. അങ്ങനെയൊക്കെ വന്നാൽ ഒരുപാട് മിസ്റ്റേക്കുകൾ കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള മിസ്റ്റേക്കുകൾ കൊണ്ട് ഡിഫക്റ്റ് ആയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഡിഫക്റ്റ് ആയിട്ട് എല്ലാ വർഷവും വരാറുണ്ട്. അതിന്റെ റീസൺ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യേണ്ട രീതിക്ക് അപ്ലൈ ചെയ്യാതെയും അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലൈ ചെയ്യാതെയും അത് അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഡിഫക്റ്റ് ഒക്കെ സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് പറഞ്ഞിരിക്കുന്ന രീതിയിൽ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത് ഡോക്യുമെന്റ്സ് എല്ലാം. അപ്പൊ JPG ഫോർമാറ്റിലാണ് ഫോട്ടോ വേണ്ടത്. ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് വേണം. അതായത് ഇപ്പോൾ ഒരു ബ്ലൂവോ വൈറ്റോ അങ്ങനെ ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ സ്റ്റുഡിയോയിൽ എടുത്ത ഒരു ഫോട്ടോ ആയിരിക്കണം. അല്ലാതെ നമ്മുടെ ഫോണിലൊന്നും എടുത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഒരു ക്യാപ്പ് ഒക്കെ വെച്ച് നിൽക്കണം, അല്ലെങ്കിൽ സൺഗ്ലാസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് പ്രോസ്പെക്ടസിൽ സൺഗ്ലാസോ അല്ലെങ്കിൽ ക്യാപ്പോ ഒന്നും വെച്ച് നിൽക്കുന്ന ഫോട്ടോസ് ഒന്നും നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഫോർമലായിട്ടുള്ള രീതിയിലുള്ള നമ്മളൊരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റുഡിയോയിൽ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഒരു ഫോട്ടോ എടുത്ത് കയ്യിൽ കരുതി വെച്ചിരിക്കുക. അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാൻ ചെയ്ത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 50 KB to 100 KB സൈസ് അക്ഷയയിലേക്ക് ആണെങ്കിൽ അവർ അതനുസരിച്ച് സൈസ് അനുസരിച്ച് ഇൻസേർട്ട് ചെയ്തോളും. ഇനി അതല്ലെങ്കിൽ ഫോട്ടോയുടെയൊക്കെ സൈസ് നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ട് ആപ്പ് ഒക്കെ ഉണ്ട് പ്ലേ സ്റ്റോറിലൊക്കെ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഇനി സിഗ്നേച്ചറും JPG ഫോർമാറ്റിൽ തന്നെയാണ് വേണ്ടത്. പ്ലെയിൻ വൈറ്റ് ഷീറ്റിൽ നിങ്ങൾ വരെയുള്ള പേപ്പറിലൊന്നും ഇട്ട് സിഗ്നേച്ചർ ഇട്ടിട്ട് സ്കാൻ ചെയ്യരുത്. നിങ്ങൾ പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് പേപ്പറിലാണ് സ്കാൻ ചെയ്യേണ്ടത്. സ്കാൻ ചെയ്യുമ്പോഴേക്കും ആ പേപ്പർ ഫുള്ളായിട്ട് വേണ്ട. നിങ്ങളത് ഫോട്ടോ എടുത്തിട്ട് അതിൽ വേണ്ട ഭാഗം മാത്രം ക്രോപ്പ് ചെയ്ത് ഈ പറഞ്ഞിരിക്കുന്ന സൈസിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. 4 KB മുതൽ 100 KB വരെ വരുന്ന സൈസിലാണ് ബ്ലൂ ഓർ ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് സൈൻ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സൈൻ. ഇനി അടുത്തത് വേണ്ടത് ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് എന്തെല്ലാമാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നാണ്. നേറ്റിവിറ്റി, നാഷണാലിറ്റി തുടങ്ങിയ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ ഇനി എന്തൊക്കെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റി പെട്ടവരായിക്കോട്ടെ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ഇനി അപ്ലോഡ് ചെയ്താലും അതെല്ലാം PDF ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. PDF ആയിട്ടുള്ള ഫോർമാറ്റിലായിരിക്കണം അതെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടത്. ബാക്കിത്തെ JPG ആണെങ്കിൽ ഇത് PDF ഫോർമാറ്റിലാണ് ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടത്. ഫോട്ടോയും സിഗ്നേച്ചർ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം PDF ഫോർമാറ്റിലായിരിക്കണം. അതിന്റെ സൈസും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 10 KB to 500 KB സൈസിനുള്ളിലായിരിക്കണം. 10 KB മുതൽ 500 KB വരെയുള്ള സൈസിനുള്ളിലായിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് എല്ലാം ഇതിന് വേണ്ടത്.
അപ്പൊ എന്തൊക്കെയാണ് ജനറൽ ആയിട്ട് എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്നാണ് നമ്മൾ നോക്കുന്നത്. നേറ്റിവിറ്റി ആൻഡ് നാഷണാലിറ്റി സർട്ടിഫിക്കറ്റ്. നാഷണാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരള ലോ ആൻഡ് റൺസ് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുന്നത് ഇന്ത്യൻ സിറ്റിസൺ, ഇന്ത്യൻ പൗരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇന്ത്യൻ സിറ്റിസൺ ആണ് നമ്മൾ എന്ന് തെളിയിക്കുന്ന നാഷണാലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. ഇനി നേറ്റിവിറ്റി എന്ന് പറയുന്നത് കേരള ഒറിജിൻ ആണ്, നമ്മൾ കേരളത്തിലുള്ള ആളാണ് എന്നുള്ളതാണ്. അപ്പൊ കേരളത്തിലുള്ള ആളല്ല, നമ്മൾ പുറത്തുള്ള ഒരാളാണെങ്കിൽ പോലും നമുക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കും. പക്ഷെ കേരളത്തിലുള്ളവരാണ് എങ്കിൽ നമുക്ക് അതിനനുസരിച്ച് റിസർവേഷൻസും ഫീസ് കൺസെഷനും ഒക്കെ കിട്ടണമെങ്കിൽ, റിസർവേഷൻ ആപ്ലിക്കബിൾ ആവണമെങ്കിൽ, നമുക്ക് അതിന് മാനദണ്ഡങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് കേരള ഒറിജിൻ ആണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഈ നാഷണാലിറ്റിയും അതുപോലെ തന്നെ നേറ്റിവിറ്റി, നമ്മൾ കേരളത്തിലുള്ള ആളാണെന്നും ഇന്ത്യയിലുള്ള ആളാണെന്നും അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആണെന്നും നമുക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണം അപ്ലോഡ് ചെയ്താൽ മതി. അതായത് നമ്മുടെ നേറ്റിവിറ്റി കേരളയാണെന്നും നമ്മുടെ നാഷണാലിറ്റി ഇന്ത്യ ആണ് എന്നും അതിൽ തെളിയിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ, അതിൽ ആ ഡോക്യുമെന്റിൽ ഉണ്ട് എങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അപ്ലോഡ് ചെയ്താൽ മതി. അപ്പൊ ആദ്യം പറയുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ അകത്ത് ഉണ്ട് നിങ്ങൾ കേരളത്തിലാണ് ജനിച്ചതെന്ന്. അപ്പൊ നിങ്ങൾ കേരളത്തിലാണ് ജനിച്ചതെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ കേരള എന്നുണ്ടെങ്കിൽ അപ്പൊ അതനുസരിച്ച് നിങ്ങളുടെ നേറ്റിവിറ്റി കേരള വന്നു. അപ്പൊ അത് അവിടെ പ്രൂവ് ആയി. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നിങ്ങളുടെ ഇന്ത്യൻ സിറ്റിസൺ ആണെന്നോ, ഓക്കെ ഇന്ത്യൻ സിറ്റിസൺ ആണെന്നോ അതിലുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് മതിയാകും അവിടെ ഡോക്യുമെന്റ് ആയിട്ട്. ഇതിന് രണ്ടിനും കൂടി പ്രൂവ് ചെയ്യാൻ വേണ്ടി, നേറ്റിവിറ്റിയും നാഷണാലിറ്റിയും രണ്ടും തെളിയിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രം അപ്ലോഡ് ചെയ്താൽ മതിയാകും. അത് PDF ഫോർമാറ്റിൽ പറഞ്ഞിരിക്കുന്ന സൈസിൽ അപ്ലോഡ് ചെയ്താൽ മതി. ഇനി ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇല്ല, നിങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ കേരളത്തിലല്ല ജനിച്ചത്, അപ്പൊ നിങ്ങളുടെ നാഷണാലിറ്റി മാത്രമേ ഉള്ളൂ, നേറ്റിവിറ്റി കേരളയാണെന്ന് കാണിക്കാനായിട്ട് പറ്റുന്നില്ല, ബർത്ത് സർട്ടിഫിക്കറ്റിൽ കേരള എന്നുള്ളത് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? SSLC സർട്ടിഫിക്കറ്റ് വെക്കാം. അതായത് നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ് SSLC സർട്ടിഫിക്കറ്റ് വെക്കാം. SSLC സർട്ടിഫിക്കറ്റ് വെക്കുമ്പോഴും അവിടെ പ്രത്യേകതയുണ്ട്. SSLC സർട്ടിഫിക്കറ്റിൽ നമ്മൾ സ്റ്റേറ്റിലെ SSLC സർട്ടിഫിക്കറ്റിൽ മാത്രമേ പ്ലേസ് ഓഫ് ബർത്ത് ഉള്ളൂ, നമ്മൾ കേരളത്തിലാണ് ജനിച്ചത് അങ്ങനെയുള്ള പ്ലേസ് ഓഫ് ബർത്ത് ഉള്ളൂ. നിങ്ങൾ ICC ആണ് അല്ലെങ്കിൽ CBSE യിലാണ് നിങ്ങൾ 10th പഠിച്ചതെങ്കിൽ നിങ്ങളുടെ ആ സർട്ടിഫിക്കറ്റിൽ പൊതുവെ നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്ത് കൊടുക്കാറില്ല. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് ചെയ്യാം. നിങ്ങൾ സ്റ്റേറ്റിൽ പഠിച്ചൊരു കുട്ടികളാണ് എങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തായാലും നിങ്ങളുടെ കേരളത്തിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ അത് അവിടെ കേരള എന്നുള്ളത് പ്ലേസ് ഓഫ് ബർത്ത് അവിടെ കാണും. ഇനി അതല്ല എങ്കിൽ ICC CBSE ഒക്കെ ആണ് എങ്കിൽ നിങ്ങൾ ആ ഒരു അപ്ലോഡ് ചെയ്തിട്ട് നേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് ഇത് അപ്ലോഡ് ചെയ്തിട്ട് അതിൽ ആ ഡേറ്റ ഇല്ലെങ്കിൽ അത് ഡിഫക്റ്റ് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് അതില്ല എങ്കിൽ നിങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റോ ബാക്കിയുള്ള ഏതെങ്കിലും ഡോക്യുമെന്റോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. SSLCയിൽ പ്ലേസ് ഓഫ് ബർത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ. ഇനി SSLCയിൽ നമുക്ക് പ്ലേസ് ഓഫ് ബർത്തും കൊടുത്തിട്ടുണ്ട്, നമ്മുടെ നേറ്റിവിറ്റിയും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നാഷണാലിറ്റി ഇന്ത്യ ആണെന്നുള്ള ഉണ്ട് എങ്കിൽ നമുക്കൊന്നും നോക്കേണ്ട, ആ ഒരു ഡോക്യുമെന്റ് മാത്രം മതി. ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കുക, അതില്ലെങ്കിൽ SSLC ഉണ്ടോ എന്ന് നോക്കുക. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ടിൽ ഉണ്ടാകും നിങ്ങളുടെ നേറ്റിവിറ്റിയും നാഷണാലിറ്റിയും കേരളയാണെന്നുള്ളത്, അതുപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസൺ ആണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല എങ്കിൽ, ഇതൊന്നും ഇല്ലെങ്കിൽ, ഈ പറഞ്ഞ 3 സാധനങ്ങൾ ഉണ്ടാവും നമുക്ക് എല്ലാവരുടെയും കയ്യിലുള്ളതാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇത് 3 ഇല്ല, ബർത്ത് സർട്ടിഫിക്കറ്റോ SSLCയോ പാസ്പോർട്ടോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, ഇത് രണ്ടും പ്രൂവ് ചെയ്യാൻ വേണ്ടി. ഇത് 3ലും ഒന്നും ഇല്ല നമ്മുടെ കയ്യിലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? വില്ലേജ് ഓഫീസറിന്റെയോ പഞ്ചായത്ത് എടുത്തു നിന്ന്, അതായത് വില്ലേജ് ഓഫീസറിൽ പഞ്ചായത്തിൽ പോയിട്ട് നമുക്ക് നാഷണാലിറ്റി അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കത് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ആദ്യം നിങ്ങൾ ഈ 3 ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതൊന്നും ഇല്ലെങ്കിൽ മാത്രം വെറുതെ പോയി നിങ്ങൾ നാഷണാലിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ ഈ ഡോക്യുമെന്റ്സ് ഏതെങ്കിലും ഉള്ളവരാണ്, ആ ഡോക്യുമെന്റ്സിൽ നിങ്ങളുടെ നാഷണാലിറ്റി ഇന്ത്യ ആണെന്നുള്ളതും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ളതാണെന്ന് പ്രൂവ് ചെയ്യുന്നുണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾ ഈ ഒരു ഡോക്യുമെന്റിന്റെ ആവശ്യമില്ല. നാഷണാലിറ്റി അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ പോയി വെറുതെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്ത ആ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തത് പറയുന്നത്, ഇത് എല്ലാ കാറ്റഗറിയിലുള്ളവരും മസ്റ്റ് ആയിട്ടും അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ് ആണ് ഞാൻ ഈ പറഞ്ഞത്. നാഷണാലിറ്റി നാറ്റിവിറ്റിയും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. ഇനി അക്കാദമിക് ആയിട്ടുള്ള ഇതിലേക്ക് വരുമ്പോഴേക്കും നമുക്കറിയാം 5 year LLBക്കും 3 year LLBക്കും എന്താ വേണ്ടത്? 5 year LLB എഴുതുന്ന എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം +2 പാസ്സായിട്ടുള്ള ആളായിരിക്കണം. എലിജിബിലിറ്റി അവിടെ പറയുന്നത് +2 ആണ്. +2 ഇനി നിങ്ങൾ NIOS പാസ്സായാലും ഒക്കെ കുഴപ്പമില്ല, നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ 10 കഴിഞ്ഞിട്ട് +2 പഠിച്ചിട്ടുള്ളവരാണ് എങ്കിൽ, അത് NIOS ആണെങ്കിലും എവിടെ നിന്നാണെങ്കിലും നിങ്ങൾ ഇക്വലൻസി ആയിട്ട് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഒരു എൻട്രൻസ് എഴുതാനായിട്ട് നിങ്ങൾ എലിജിബിൾ ആണ്. അപ്പൊ അതിൽ നമുക്ക് ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾ അബൌട്ട് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ച് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ടു നോക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് കണ്ടു നോക്കാം, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം, സിലബസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
അപ്പൊ അതിൽ നമ്മൾ പറയുന്നുണ്ട് എത്രയാണ് പെർസെന്റേജ് വേണ്ടതെന്ന്. ജനറൽ കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ +2 45% മാർക്ക് വേണം. SC/BC OBC കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ 42% മാർക്ക് വേണം. ഇനി SC/ST കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ 40% മാർക്കോട് കൂടി നിങ്ങൾ +2 പാസ്സായിട്ടുള്ള ഒരാളായിരിക്കണം. ഇനി 3 ഇയർ LLB ആണെങ്കിൽ ഡിഗ്രി ഉള്ളവർക്കാണ് 3 ഇയർ LLB കോഴ്സിന് നമുക്ക് അപ്ലൈ ചെയ്ത് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്ന, എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുന്ന. ഡിഗ്രി ഏത് സബ്ജക്റ്റിലായാലും കുഴപ്പമില്ല, ഈ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഡിഗ്രി എടുത്തവർക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റീസിലല്ല, കേരളത്തിൽ നിന്ന് പുറത്ത് വേറെ എവിടെയെങ്കിലും പോയാണ് നിങ്ങൾ ഈ പറയുന്ന ഡിഗ്രി എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റുകളിൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇക്വലൻസി ഉണ്ടോ, അതിനിവിടെ വാല്യൂ ഉണ്ടോ, അത് അംഗീകരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണോ നിങ്ങൾ ഈ പറയുന്ന ഡിഗ്രി എടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. പിറ്റ്നോയിൽ നിന്നോ അങ്ങനെ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ എടുത്തതാണ് എങ്കിൽ നിങ്ങൾക്ക് അതിന് വാല്യൂ ഉണ്ടോ, അത് അംഗീകരിച്ചിട്ടുള്ളതാണ്, ഇവിടെ കേരളത്തിൽ അംഗീകരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണോ നിങ്ങൾ വേറെ ഡിഗ്രി എടുത്തിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇക്വലൻസി ചെക്ക് ചെയ്ത് നിങ്ങൾ അത് അംഗീകരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എടുത്തതെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരികയാണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ ഒരു ഡിഗ്രി വെച്ചിട്ട് നിങ്ങൾക്ക് 3 ഇയർ LLBക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതല്ല നിങ്ങൾ ITA +2 10th കഴിഞ്ഞിട്ട് നിങ്ങൾ ITA ചെയ്തവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് നിങ്ങൾ പോളിടെക്നിക് ഒക്കെ പഠിച്ചവരാണ് എങ്കിൽ, +2 കഴിഞ്ഞിട്ട് പോളിടെക്നിക്കോ ITA ഒക്കെ പോയവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ഡിഗ്രി ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 3 ഇയർ LLBക്ക് അല്ല അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്, 5 ഇയർ LLBക്കാണ്. സോ +2 കഴിഞ്ഞിട്ട് ITA അല്ലെങ്കിൽ പോളിടെക്നിക് പഠിച്ചവർ ഡിഗ്രി ആയിട്ടല്ല കണക്കാക്കുന്നത്. സോ അത് നിങ്ങൾക്ക് 5 ഇയർ LLBക്ക് ആണ്, അതിന് വേണ്ടിയിട്ട് എൻട്രൻസിനാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ ഈ ഒരു എലിജിബിലിറ്റി, അക്കാഡമിക് ആയിട്ടുള്ള എലിജിബിലിറ്റി നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഉള്ള TCയും നിങ്ങളുടെ ഒറിജിനൽ ആയിട്ടുള്ള ഇത്ര മാർക്ക് കിട്ടി, ശതമാനം കിട്ടി എന്നുള്ള നിങ്ങളുടെ ഒറിജിനൽ ആയിട്ടുള്ള മാർക്ക് ലിസ്റ്റും അല്ലെങ്കിൽ പ്രൊവിഷണൽ മാർക്ക് ലിസ്റ്റ് ഒക്കെയാണ് വേണ്ടത്. പക്ഷെ അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പൊതുവെ നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. എൻട്രൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യേണ്ട, അങ്ങനെയുള്ള TCയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട. പക്ഷേ നിങ്ങൾ എൻട്രൻസ് എക്സാമിനേഷൻ ഒക്കെ എഴുതി അലോട്ട്മെന്റ് ഒക്കെ വന്ന് അഡ്മിഷൻ ടൈമില്ലേ, അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും കോളേജിൽ നിന്നും TC അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് TCയും പ്രൊവിഷണൽ മാർക്ക് ലിസ്റ്റും ഒക്കെ വാങ്ങിക്കൊണ്ട് ഒറിജിനൽ ആയിട്ടുള്ള മാർക്ക് ലിസ്റ്റുമായിട്ടായിരിക്കണം നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലാസ്റ്റ് ഇയർ ആയിട്ടുള്ള കുട്ടികളാണ്, അതായത് ഇപ്പോൾ +2 അപ്പിയർ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സപ്ലി ഉണ്ട് അത് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈക്വലന്റ് ആയിട്ടുള്ള രീതിയിൽ +2 പഠിച്ച് തീർന്നിട്ടുള്ള അപ്പിയറിംഗ് സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി ലാസ്റ്റ് സെം എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സപ്ലിയുടെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പിയറിംഗ് ആണ്, +2 അപ്പിയറിംഗ് ആണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഡിഗ്രി അപ്പിയറിംഗ് ആണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ എൻട്രൻസിന് അപ്ലൈ ചെയ്യാനും എൻട്രൻസ് എഴുതാൻ സാധിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത്, അലോട്ട്മെന്റ് വന്ന് കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പാസ്സായിരിക്കണം, +2 അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി പാസ്സായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം. അങ്ങനെ വ്യക്തിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം, TCയും അതുപോലെ തന്നെ ഈ പറയുന്ന മാർക്ക് ലിസ്റ്റ്, പ്രൊവിഷണൽ ആയിട്ടുള്ള മാർക്ക് ലിസ്റ്റും വേണം. ഇനി ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പ്രൊവിഷണൽ മാർക്ക് ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ വേണം ജോയിൻ ചെയ്യുന്ന സമയത്ത്, TCയും വേണം. ഇനി അടുത്തത് നമ്മൾ ഏജ് ആണ്. ഏജ് എന്ന് പറയുന്നത് 17 വയസ്സാണ് 5 ഇയർ LLB എൻട്രൻസ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത്. അതായത് 31/12/2024 31/12 ഡിസംബർ 31 നിങ്ങൾക്ക് 17 വയസ്സ് പൂർത്തിയായിട്ടുള്ള ആളായിരിക്കണം. അതാണ് മിനിമം ഏജ് ആയിട്ട് പറയുന്നത്. മാക്സിമം ഏജ് അവിടെ പറയുന്നില്ല. എത്ര വയസ്സുള്ളവർക്ക് വേണമെങ്കിലും നിങ്ങൾ +2 പാസ്സായി 17 വയസ്സുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു 5 ഇയർ LLB എൻട്രൻസിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടും കോഴ്സിന് ജോയിൻ ചെയ്യാനായിട്ടും സാധിക്കും. ഇനി 3 ഇയർ LLBക്ക് ഏജ് ലിമിറ്റ് പറയുന്നില്ല. നോർമലി ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം, അത്രേ പറയുന്നുള്ളൂ. അതായത് +2 കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി, +2 കഴിഞ്ഞ് പിന്നെ ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ പറയുന്ന പെർസെന്റേജ് മാർക്കാണ് അവിടെയും വേണ്ടത്. 3 ഇയർ LLBക്കും ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ 45% ഓടുകൂടിയാണ് ഡിഗ്രി പാസ്സാവേണ്ടത്. SC/BC കാറ്റഗറി ആണെങ്കിൽ 42% മാർക്കോടുകൂടി ഡിഗ്രി പാസ്സായ ഒരു വ്യക്തിയായിരിക്കണം. SC/ST കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ 40% മാർക്കോടുകൂടി ഡിഗ്രി പാസ്സായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഏജ് ലിമിറ്റ് ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ക്ലീൻ 3 ഇയർ LLB എൻട്രൻസിന് അപ്ലൈ ചെയ്യാനായിട്ടും ജോയിൻ ചെയ്യാനായിട്ട് അഡ്മിഷൻ വരുമ്പോൾ നിങ്ങൾക്ക് TC മാർക്ക് ലിസ്റ്റ് ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് എല്ലാ കാറ്റഗറിയിലുള്ള വ്യക്തികളും അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിക്വയർഡ് ആയിട്ടുള്ള അത്യാവശ്യമായിട്ട് നിങ്ങൾ കയ്യിൽ കരുതേണ്ട ഡോക്യുമെന്റ്സ് ഇത്രയുമാണ്. അതായത് നിങ്ങൾക്ക് ഒരു ഫോട്ടോ വേണം, നിങ്ങളുടെ സിഗ്നേച്ചർ വേണം, അതുപോലെ ഇങ്ങനെയുള്ള ബാക്കി കാര്യങ്ങളെല്ലാം PDF ഫോർമാറ്റിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയും വേണം. നിങ്ങളുടെ നേറ്റിവിറ്റി നാഷണാലിറ്റി പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഈ പറയുന്ന തരത്തിലുള്ള ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ ഇത് രണ്ടും പ്രൂവ് ആവുന്നുണ്ട്, നേറ്റിവിറ്റിയും നാഷണാലിറ്റി ഉണ്ട് എങ്കിൽ
ഇനി അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾ ഇപ്പൊ അപ്ലോഡ് ചെയ്യേണ്ട, പക്ഷെ നിങ്ങൾ കയ്യിൽ കിട്ടിയതൊക്കെ നിങ്ങൾ കരുതി വെക്കുക. കാരണം നിങ്ങൾ അഡ്മിഷൻ പ്രൊസീജിയർ സമയത്ത് അതൊക്കെ അപ്ലോഡ് ചെയ്യണം. പിന്നെ ഏജ് നിങ്ങൾക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു 17 ഇയേഴ്സ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ വെച്ചാൽ മതി. കാരണം ഈ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് വെക്കുമ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ അകത്ത് എന്തുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ SSLC വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് എങ്കിൽ അത് തന്നെ മതിയാവും നിങ്ങളുടെ ഏജ് പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പൊ ഏജ് പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇവിടെ ഒരു സർട്ടിഫിക്കറ്റ് വെക്കുമ്പോൾ തന്നെ ഏജ് ഓൾറെഡി അതിൽ പ്രൂവ് ആയിക്കോളും. നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഡേറ്റ് ഓഫ് ബർത്ത് കാണും, SSLCയിലൊക്കെ കാണും. അപ്പൊ അത് ഏതെങ്കിലും വെക്കുമ്പോൾ തന്നെ ഏജും അവിടെ പ്രൂവ് ആയി കഴിയും, 17 വയസ്സ് മിനിമം ഉണ്ട് എന്ന്. ഇനി അടുത്തത് വേണ്ട, ഓരോ കാറ്റഗറിയിലുള്ളവർക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റ്, ഇത് എല്ലാവരും വെക്കേണ്ട. ഇപ്പൊ നിങ്ങൾ ജനറൽ കാറ്റഗറിയിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇത് മതി, ഇത്ര നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി. അതായത് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഇത്രയും മാത്രം നിങ്ങൾ ക്ലീഡ് എൻട്രൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ വെച്ചാൽ മതി, നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കണ്ട. നിങ്ങൾ OBC കാറ്റഗറിയിലോ അല്ലെങ്കിൽ EWS കാറ്റഗറി, ഈ ജനറലിൽ തന്നെ നിങ്ങൾ ഇൻകം 1 lakh താഴെയുള്ളവരാണ്, അങ്ങനെയുള്ളവരൊക്കെയാണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, EWS കാറ്റഗറി എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ വരുന്നവരാണ്, അല്ലെങ്കിൽ SC ST കാറ്റഗറി വരുന്നവരാണ്, അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ സ്പെഷ്യൽ റിസർവേഷനിൽ വരുന്നവരൊക്കെയാണ് എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പോർട്സ് റിസർവേഷനോ അങ്ങനെ NCC റിസർവേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണ്, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അനുവാദികമായിട്ടുള്ള സർട്ടിഫിക്കറ്റും കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ റിസർവേഷൻസ് കിട്ടാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ബാക്കി അതിനനുപാതികമായ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യണം. അപ്പൊ ജനറൽ കാറ്റഗറിക്ക് ഇത്രയും സർട്ടിഫിക്കറ്റ് മതി, എല്ലാ കാറ്റഗറിയിലുള്ളവരും ഇത്രയും ഈ ഒരു ഡോക്യുമെന്റ്സ് മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ ഓരോ സ്പെഷ്യൽ ആയിട്ടുള്ള കാറ്റഗറിക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് ഈ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത്. അപ്പൊ നിങ്ങൾ ജനറൽ കാറ്റഗറിയിലുള്ളവരാണ് എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ അത്രയും ഡോക്യുമെന്റ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്താൽ മതിയാകും. ഇനി അതല്ല നിങ്ങൾ ജനറൽ കാറ്റഗറി തന്നെ EWS കാറ്റഗറി വരുന്നവരാണ്, അതായത് ജനറൽ വിഭാഗത്തിൽ നിങ്ങൾ EWS കാറ്റഗറി, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, നിങ്ങളുടെ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ താഴെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടിയുടെ ഒക്കെ ഇത് 1 ഏക്കറിൽ താഴെയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീട് 1000 സ്ക്വയർ ഫീറ്റിലും ഇതും ഗവൺമെന്റ് ജോലിയൊന്നും അപ്പനും അമ്മയ്ക്കും ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ അതിന്റെ മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട് EWS സർട്ടിഫിക്കറ്റിന് എന്തൊക്കെയാണെന്ന്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് EWS കാറ്റഗറിയിൽ വരുന്നവരാണ് എങ്കിൽ, നിങ്ങൾക്ക് EWS സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വില്ലേജ് ഓഫീസറിൽ നിന്നും കിട്ടിയിട്ടുള്ള അല്ലെ വില്ലേജ് ഓഫീസർ ഇഷ്യൂ ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ടുള്ള EWS സർട്ടിഫിക്കറ്റും കൂടി അതോടൊപ്പം തന്നെ ആ ഒരു റിസർവേഷന് വേണ്ടിയിട്ട്, ആ റിസർവേഷൻ സീറ്റ് ആപ്ലിക്കബിൾ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ EWS സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിൽ നിന്നുള്ളത്, ഇനി നിങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല എങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല പക്ഷെ നിങ്ങൾ ആ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് വില്ലേജ് ഓഫീസറിന് അടുത്ത് പോയി EWS സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത് കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇപ്പൊ ഈ പറഞ്ഞ എൻട്രൻസ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെയാണെങ്കിലും ഇങ്ങനെ ഒരു എക്സാം ഉണ്ട്, അപ്പൊ അതിന് അപ്ലൈ ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞാൽ അവർ കഴിവതും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് ഇഷ്യൂ ചെയ്ത് തരുന്നതായിരിക്കും. അതായത് നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇഷ്യൂ ചെയ്ത് തരുന്നതായിരിക്കും. അതിന്റെ ഫോം ഒക്കെ നിങ്ങൾക്ക് അക്ഷയയിലും അതോടൊപ്പം തന്നെ പ്രോസ്പെക്ടസിലും സൈറ്റിൽ പ്രോസ്പെക്ടസിലൊക്കെ കൊടുത്തിട്ടുണ്ട് EWSന്റെ ഫോം ഒക്കെ. അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് അതുപോലെ അത് ഫില്ല് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ ഇഷ്യൂ ചെയ്ത് തരുന്നത്. അപ്പൊ നിങ്ങൾ അതിന് അനുപാതികമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊണ്ട് കാണിച്ചാൽ മതി, വില്ലേജ് ഓഫീസറിനെ അവിടെ നിന്നും ഇഷ്യൂ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി SEBC കാറ്റഗറി നിങ്ങൾ OBC വിഭാഗത്തിൽ പെടുന്നവരാണ്, സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് കാറ്റഗറിയിൽ വരുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ് അതിന് വേണ്ടി വെക്കുന്നത്. നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ മുന്നോക്ക വിഭാഗത്തിൽ നിങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ്, അങ്ങനെയുള്ളവരാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. നോൺ ക്രീമി ലെയർ കാറ്റഗറിക്ക് നിങ്ങൾ ആപ്ലിക്കബിൾ ആകുന്നത് അങ്ങനെയുള്ളവരാണെങ്കിലാണ്, സാമ്പത്തികമായി നിങ്ങൾ പിന്നോക്കം നിൽക്കുന്നവരാണ് മുന്നോക്ക വിഭാഗത്തിൽ, അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾക്ക് അത് കിട്ടുന്നത്. ആ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറാണ് ഇഷ്യൂ ചെയ്യുന്നത്. വില്ലേജ് ഓഫീസർ ഇഷ്യൂ ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അക്ഷയ വഴിയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെ വില്ലേജ് ഓഫീസർ ഇഷ്യൂ ചെയ്തിരുന്ന നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റും കൂടി നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ സർട്ടിഫിക്കറ്റ്സിന്റെ കൂടെ അപ്ലൈ ചെയ്യാൻ നേരത്ത് വെക്കണം, ഈ ഒരു OBC കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ. ഇനി നിങ്ങൾ OEC കാറ്റഗറി, OEC എന്ന് പറഞ്ഞാൽ അതർ എലിജിബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിൽ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് സീറ്റ് റിസർവേഷൻസ് ഒന്നും അവിടെ ഇല്ല, പക്ഷേ ഫീസിൽ കൺസെഷൻ ഉണ്ട്. നിങ്ങൾ ഏത് കോളേജിൽ അഡ്മിഷൻ എടുത്താലും, പ്രൈവറ്റ് കോളേജിൽ എടുത്താലും അല്ലെങ്കിൽ ഗവൺമെന്റ് ലോ കോളേജിൽ അഡ്മിഷൻ എടുത്താലും നിങ്ങൾക്ക് ഫീസിൽ നല്ല ഇളവ് ഉണ്ടാകും. അങ്ങനെയുള്ള ഫീസ് കൺസെഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ റൈറ്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, അതായത് നോൺ ക്രീമി ലെയർ കാറ്റഗറിയിൽ വരുന്നവരാണ്, ആ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ, OEC വിഭാഗത്തിൽ നോൺ ക്രീമി ലെയർ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് മാത്രം വെച്ചാൽ മതിയാകും. നേരത്തെ പറഞ്ഞ സർട്ടിഫിക്കറ്റുകളുടെ കൂടെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റും കൂടി വെച്ചാൽ മതിയാകും. ഇനി നോൺ ക്രീമി ലെയർ കാറ്റഗറിയിൽ വരുന്നവരല്ല നിങ്ങൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കാറ്റഗറിയിലുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവരല്ല നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ OEC ഇന്ന വിഭാഗത്തിൽ വരുന്നവരാണ് എന്നുള്ള നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വില്ലേജ് ഓഫീസറിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്ത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിന്റെ കയ്യിലുള്ളതാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. എന്തില്ലെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇല്ല, നിങ്ങൾ ആ നോൺ ക്രീമി ലെയർ കാറ്റഗറിയിൽ ഇഫ് നോട്ട് വരുന്നവരല്ല എങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്
വില്ലേജ് ഓഫീസറിന്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. OECയുടെ ഫീസ് കൺസെഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇവിടേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ വില്ലേജ് ഓഫീസറിന്റെ അടുത്ത് നിന്ന് ഇഷ്യൂ ചെയ്ത് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്തെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് പരീക്ഷകൾക്കായിട്ടോ സെൻട്രൽ ഗവൺമെന്റ് ജോലി ആവശ്യത്തിനായിട്ടോ നിങ്ങൾ വാങ്ങി വെച്ചിട്ടുള്ള തഹസിൽദാറിന്റെ അടുത്ത് ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മതിയാകില്ല. നിങ്ങൾ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ആണ് എഴുതാൻ പോകുന്നത്. നമ്മുടെ കേരള സ്റ്റേറ്റിലെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വില്ലേജ് ഓഫീസർ ഇഷ്യൂ ചെയ്ത് തരുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ടത്. ഇനി SC/ST കാറ്റഗറിയിലുള്ളവരാണ് നിങ്ങളെങ്കിൽ SC/ST കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഇതിൽ വരുന്നതാണ്. SC/ST കാറ്റഗറിയിലുള്ളവരാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഇത് തഹസിൽദാറിന്റെ അടുത്തുനിന്നാണ്. മാറിപ്പോയത് ഇത് വില്ലേജ് ഓഫീസിന്റെ അടുത്തുനിന്നല്ല, തഹസിൽദാറിന്റെ അടുത്തു നിന്നുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾ SC/ST കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് കൺസെഷനും അതോടൊപ്പം തന്നെ റിസർവേഷനൊക്കെ ഉണ്ട് സീറ്റിന്. അപ്പോൾ അതിനൊക്കെ വേണ്ടി നിങ്ങൾ തഹസിൽദാറിന്റെ അടുത്തുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് നേരത്തെ പറഞ്ഞ സർട്ടിഫിക്കറ്റുകളുടെ കൂടെ, നേറ്റിവിറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതിന്റെ കൂടെ ഇതും കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതിയാകും. ഇനി നിങ്ങൾ ഇന്റർകാസ്റ്റ് മാരേജിലുള്ളവരാണ്, അതായത് അച്ഛനും അമ്മയും ഇന്റർകാസ്റ്റ് മാരേജിൽ ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഇന്റർകാസ്റ്റ് മാരേജിന്റെ റിസർവേഷൻ ആപ്ലിക്കബിൾ ആകുന്നതാണ്. ഇന്റർകാസ്റ്റ് മാരേജിന്റെ റിസർവേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഇന്റർകാസ്റ്റ് മാരേജ് കഴിച്ചവർക്കും കിട്ടില്ല. ഈ ഫാദറോ മദറോ SC/ST കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ എനി പേഴ്സൺ, ഫാദറോ മദറോ ആരെങ്കിലും ഒരാൾ SC/ST കാറ്റഗറിയിൽ വരുന്നവരാണ്, അങ്ങനെ ഇന്റർകാസ്റ്റ് മാരേജ് കഴിച്ചവരാണ് എങ്കിൽ അവരുടെ മക്കൾക്ക് ഈ പറയുന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഇന്റർകാസ്റ്റ് മാരേജിന്റെ റിസർവേഷൻ കിട്ടുന്നതായിരിക്കും. ഇന്റർകാസ്റ്റ് മാരേജിന്റെ റിസർവേഷന് വേണ്ടി ഇന്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് അതും തഹസിൽദാറിന്റെ അടുത്ത് ഇഷ്യൂ ചെയ്ത് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് ക്ലീയുടെ റിസർവേഷൻ ആപ്ലിക്കബിൾ ആവാൻ. ഇനി അടുത്ത് നിങ്ങൾ PWD പറയുന്ന ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാറ്റഗറി, ഡിഫറെന്റ്ലി ഏബിൾഡ് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ 40% ഡിസേബിലിറ്റി ഉള്ളവരാണ്, അങ്ങനെയുള്ള ഒരു ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് അതിന് അനുപാതികമായിട്ടുള്ള റിസർവേഷൻസ് കിട്ടുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഡിസ്ട്രിക്ട് മെഡിക്കൽ ജില്ലാ മെഡിക്കൽ ബോർഡിന്റെ അടുത്ത് നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് വാങ്ങേണ്ടത്. അത് വിത്തിൻ 1 ഇയറിനുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അതായത് കുറെ പഴകിയതാവരുത്, ഒരു വർഷത്തിനിടയ്ക്ക് നിങ്ങൾ വാങ്ങി വെച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്കൊരു ടെമ്പററി ആയിട്ടുള്ള ഡിസബിലിറ്റി, താൽക്കാലികമായിട്ട് ഇടക്കാലമായിട്ട് വന്ന ഒരു ഡിസബിലിറ്റി ആണ്, അത് 40% ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ്. ഇനി അത് നിങ്ങൾക്ക് പെർമനന്റ് ആണ്, നിങ്ങൾ ജനിച്ചപ്പോഴേ ഉള്ളതാണ് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു ഡിസബിലിറ്റി ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ വിത്തിൻ 1 ഇയറിനുള്ളിൽ, ഒരു വർഷത്തിനിടയ്ക്ക് വാങ്ങി വെച്ചത് വേണ്ട, നിങ്ങൾക്ക് ഒരു എപ്പോഴെങ്കിലും കിട്ടിയിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലേ അത് തന്നെ അപ്ലോഡ് ചെയ്താൽ മതി. കാരണം നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള ഡിസബിലിറ്റി ആണല്ലോ. സോ ആ സർട്ടിഫിക്കറ്റ് ആണ് ഡിസ്ട്രിക്ട് മെഡിക്കൽ ബോർഡിൽ നിന്നുള്ളത് അപ്ലോഡ് ചെയ്യേണ്ടത് അതിന്റെ റിസർവേഷൻ വേണ്ടിയിട്ട്. ഇനി ബ്ലൈൻഡ് കാറ്റഗറിയിലുള്ളവരാണ് എങ്കിൽ, ബ്ലൈൻഡ് കാറ്റഗറിയിലുള്ളവർക്ക് എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിൽ നിങ്ങൾക്ക് സീറ്റ് റിസർവേഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലൈൻഡ് കാറ്റഗറിയിലുള്ളവരാണ് നിങ്ങൾ ഈ ഒരു എക്സാം എഴുതാനായിട്ട് എലിജിബിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ നേറ്റിവിറ്റിയും ബാക്കി കാര്യങ്ങളും ഏജും അതുപോലെ തന്നെ മാർക്കും 40% 45% മാർക്കോട് കൂടിയൊക്കെ +2 അല്ലെങ്കിൽ ഡിഗ്രി പാസ്സായവരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എലിജിബിൾ ആണ് എന്ന് ഡിസ്ട്രിക്ട് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ്, അതായത് മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ, ജില്ലാ മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാതെ തന്നെ റിസർവേഷൻ ആപ്ലിക്കബിൾ ആയി നിങ്ങൾ ആ എക്സാം എഴുതാൻ എലിജിബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിൽ അതിനായി സീറ്റ് റിസർവേഷൻ ബ്ലൈൻഡ് കാറ്റഗറിയിലുള്ള വ്യക്തികൾക്ക് ഉള്ളതായിരിക്കും. ഇനി എക്സ് സർവീസ് മാൻ, നിങ്ങൾ എക്സ് സർവീസ് ആയിട്ടുള്ള ഒരു മാൻ ആണ് അല്ലെങ്കിൽ എക്സ് സർവീസ് ആയിട്ടുള്ള മാൻ അവരുടെ മക്കളാണ് എങ്കിൽ അതിന് റിസർവേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിന് ഒരു കുട്ടിക്ക് കിട്ടുള്ളൂ. ഇപ്പൊ എക്സ് സർവീസ് ആയിട്ടുള്ള ഒരു അവരുടെ മക്കൾക്ക് ഒരു കുട്ടിക്ക് മാത്രമേ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാനായിട്ട് റിസർവേഷൻ കിട്ടുള്ളൂ. ഒറ്റ കുട്ടിക്ക് മാത്രമാണ്, 3-4 കുട്ടികളുണ്ടെങ്കിലും ഒരു കുട്ടിക്ക് മാത്രമാണ് റിസർവേഷൻ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാനായിട്ട് ഉണ്ടാവുക. അപ്പൊ അത് അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ വെക്കേണ്ടത് മിലിറ്ററി ഓഫീസറിന്റെ അടുത്തോ അല്ലെങ്കിൽ സില സൈനിക് വെൽഫെയർ ഓഫീസറിന്റെ അടുത്തോ ഇഷ്യൂ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് വെക്കേണ്ടത്. മിലിറ്ററി ഓഫീസറോ അല്ലെങ്കിൽ സില സൈനിക് വെൽഫെയർ ഓഫീസറോ ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് ആണ് അതിനുവേണ്ടി നിങ്ങൾ വെക്കേണ്ടത്. ഇനി എക്സ്പയർ മിലിറ്ററി ഓഫീസറോ അല്ലെങ്കിൽ എക്സ്പയർ മിലിറ്ററി ഓഫീസറിന്റെ ചിൽഡ്രനോ ആയിട്ടുള്ളവർക്ക് കിട്ടുന്ന റിസർവേഷൻ ആണ്. അതിനുവേണ്ടിയും നിങ്ങൾ ഹയർ ഓഫീസർ, ഇതിന്റെ ഹയർ ഓഫീസർ ഇഷ്യൂ ചെയ്തിട്ടുള്ള മിലിറ്ററി ഹയർ ഓഫീസർ ഇഷ്യൂ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ അതിന് വേണ്ടി വെക്കേണ്ടത്. അത് വിത്തിൻ 6 മന്ത്സിനുള്ളിൽ 6 മാസത്തിനുള്ളിൽ ഇഷ്യൂ ചെയ്ത് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അടുത്തത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഫിഷർമാൻ അല്ലെങ്കിൽ ഫിഷർമാന്റെ ചിൽഡ്രന് കിട്ടുന്ന റിസർവേഷനെ കുറിച്ചാണ്. അവർക്ക് റിസർവേഷൻ ഇല്ല, പക്ഷെ ഫീസിൽ കൺസെഷൻ ഉണ്ട്. അപ്പൊ അതിനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ് ഫിഷർ വെൽഫെയർ ഓഫീസറുടെ അടുത്ത് നിന്നോ ഫിഷർ ഓഫീസറിന്റെ അടുത്ത് നിന്നോ കേരള ഫിഷർമെൻ വെൽഫെയർ ഫണ്ട് ബോർഡിന്റെയോ സർട്ടിഫിക്കറ്റ് ആണ് ഫീസ് കൺസെഷന് വേണ്ടിയിട്ട് രജിസ്റ്റേർഡ് ഫിഷർമെൻ അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു റിസർവേഷൻ ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് ഇതാണ്. ഇനി നിങ്ങൾ സ്പോർട്സ് കോട്ടയിലുള്ളവരാണെങ്കിൽ സ്പോർട്സ് കോട്ടയിലുള്ളവർക്ക് റിസർവേഷൻ ഉണ്ട്. അതിനായി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് മിനിമം സ്പോർട്സ് കോട്ടയിൽ നിങ്ങൾക്ക് റിസർവേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക്
റവന്യൂ ഡിസ്ട്രിക്ട് ലെവലിൽ, അതായത് കുറഞ്ഞത് നിങ്ങൾ റവന്യൂ ഡിസ്ട്രിക്ട് ലെവലിലെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സ്പോർട്സിൽ തേർഡ് പ്രൈസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളവരായിരിക്കണം. റവന്യൂ ഡിസ്ട്രിക്ട് ലെവലിലെങ്കിലും മിനിമം കുറഞ്ഞത് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തേർഡ് പ്രൈസ് എങ്കിലും കിട്ടിയിട്ടുള്ള വ്യക്തിയായിരിക്കണം. അതിന് മുകളിൽ എത്ര കിട്ടിയാലും കുഴപ്പമില്ല. നിങ്ങൾ ഒളിമ്പിക്സ് വരെയൊക്കെ പോയാലും എന്ത് പോയാലും അതൊന്നും പ്രശ്നമില്ല. നിങ്ങൾ ഡിസ്ട്രിക്റ്റിൽ പോയി അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ് ലെവലിലൊക്കെ പ്രൈസ് കിട്ടി, ഫസ്റ്റ് പ്രൈസ് കിട്ടിയെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് കുഴപ്പമില്ല, അതൊക്കെ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മിനിമം നിങ്ങൾ റവന്യൂ ഡിസ്ട്രിക്ട് ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തേർഡ് പ്രൈസ് എങ്കിലും കിട്ടിയിട്ടുള്ള വ്യക്തിയായിരിക്കണം. എന്നാലേ സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ സ്പോർട്സ് കോട്ടയ്ക്ക് നിങ്ങൾ എലിജിബിൾ ആണ് എന്ന് കാണിക്കുന്നതിന് നിങ്ങൾ ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ ആ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ അക്നോളജ്മെന്റ് ഉണ്ട്, അപ്പോൾ അത് നിങ്ങൾ പ്രിന്റ് എടുത്തതിന് ശേഷം ആ അക്നോളജ്മെന്റിന്റെ കോപ്പി അത് പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾ ഈ പറയുന്ന അഡ്രസ്സിലേക്ക് അയക്കുക. സെക്രട്ടറി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ട്രിവാൻഡ്രം എന്നുള്ള ആ ഒരു അഡ്രസ്സിലേക്ക്, സെക്രട്ടറി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ട്രിവാൻഡ്രം എന്ന അഡ്രസ്സിലേക്ക് നിങ്ങൾ ആ ഓൺലൈനിൽ ഫില്ല് ചെയ്തതിന്റെ അക്നോളജ്മെന്റിന്റെ കോപ്പി എടുത്തിട്ട് അയക്കുക. അപ്പോൾ അയച്ചു കഴിയുമ്പോഴേക്കും നിങ്ങളുടെ പേര് ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾ അതിന് എലിജിബിൾ ആണോ എന്നനുസരിച്ച് 500 പോയിന്റ്സ് ആണ് സ്പോർട്സ് കോട്ടയിൽ ഈ പറയുന്നതിന് വരുന്നത്. അപ്പോൾ ആ 500 പോയിന്റ്സിൽ നിങ്ങൾക്ക് എത്ര പോയിന്റ് ആണെന്നുള്ളത് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ഇട്ടിട്ട് ആ പോയിന്റ് ഇട്ടതിന് ശേഷം ആ പോയിന്റ് ഇട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്നോളജ്മെന്റ് വെരിഫൈ ചെയ്തിട്ട് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ അത് ഫോർവേഡ് ചെയ്ത് കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ, അതായത് ക്ലിയുടെ കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷനിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. അതിൽ വന്നിട്ട് കിട്ടുന്ന മാർക്കുകളുടെ അടിസ്ഥാനത്തിലാണ്, കിട്ടുന്ന ഓരോരുത്തരുടെയും അപ്ലൈ ചെയ്തവരുടെ മാർക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് എന്ത് ചെയ്യുന്ന ആ പോയിന്റുകളുടെ അടിസ്ഥാനത്തിലാണ് സ്പോർട്സിന്റെ റിസർവേഷൻ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആവുന്നത്. ഇനി അടുത്തത് NCC കോട്ടയാണ്. അപ്പോൾ NCC കോട്ട എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന കുട്ടികൾ NCC കോട്ടയുടെ റിസർവേഷൻ കിട്ടുമെന്ന്. യെസ്, NCC കോട്ടയുടെ റിസർവേഷനും കിട്ടും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ NCCയിൽ നിങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് NCC റിസർവേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് എങ്കിൽ അപ്പോൾ അത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഡോക്യുമെന്റ് വെച്ച് എന്താണോ നിങ്ങൾ അത് വെച്ചിട്ട് NCCക്ക് നിങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എങ്കിൽ അത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ അക്നോളജ്മെന്റ് ഉണ്ടല്ലോ, ഓൺലൈനിൽ ഫില്ല് ചെയ്തതിന്റെ അക്നോളജ്മെന്റ്, ആ അക്നോളജ്മെന്റിന്റെ കോപ്പി എടുത്ത് പ്രിന്റ് എടുത്തതിന് ശേഷം നിങ്ങളുടെ NCC യൂണിറ്റ് ഓഫീസ് എവിടെയാണോ, അതായത് നിങ്ങൾ എവിടെയാണോ കേഡറ്റ് ആയിട്ട് എൻറോൾ ചെയ്തത് അവിടുത്തെ ആ NCC യൂണിറ്റ് ഓഫീസിലേക്ക് നിങ്ങളത് ഫോർവേഡ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടുത്തെ അഡീഷണൽ ഡയറക്ടർ, NCCയുടെ അഡീഷണൽ ഡയറക്ടർ ആയിട്ടുള്ള വ്യക്തി അത് എന്ത് ചെയ്യും, അത് വെരിഫൈ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ 500 പോയിന്റ് ആണ്, 500 പോയിന്റിൽ നിങ്ങൾക്ക് എത്രയാണോ പോയിന്റ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നോക്കി നിങ്ങൾക്ക് പോയിന്റ് ഇട്ടിട്ട് ആ പോയിന്റ് ഉള്ളത് ഈ പറയുന്ന രീതിയിൽ കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ CEക്ക് കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷന് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവിടെ നിന്നാണ് കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ വെരിഫൈ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പിന്നെ NCCയുടെ റിസർവേഷൻ കിട്ടുന്നതും. അതിൽ നിങ്ങൾ റിസർവേഷനിൽ നിങ്ങൾ ഈ പറയുന്ന എക്സാം എഴുതി പാസ്സായി നിങ്ങൾക്ക് ആ ഒരു റിസർവേഷനിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അതനുസരിച്ചിട്ടാണ്. ഇനി ലക്ഷദ്വീപ് കോട്ടയുടെ റിസർവേഷൻ ഉണ്ട്. അത് ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളത്ത് മാത്രമുള്ളതാണ്. ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളത്ത് ഒരു സീറ്റ് ഉണ്ട് ലക്ഷദ്വീപ് കോട്ടയുടെ റിസർവേഷനിൽ. അതായത് കേരളത്തിലുള്ള കേരള ഒറിജിൻ ആയിട്ടുള്ള ഒരു വ്യക്തി ഇവിടെ പ്ലേസ് ഓഫ് ബർത്ത് ഇവിടെയാണ്, പക്ഷെ ഇപ്പൊ സെറ്റിൽ ആയിട്ടുള്ളത് ലക്ഷദ്വീപിലായിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ അവർ സ്പോൺസർ ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദാറ്റ് ആ യൂണിയൻ ടെറിട്ടറിയിലാണ് അവർ സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് അതിന് അനുവാദികമായിട്ടുള്ള സർട്ടിഫിക്കറ്റും വെക്കുകയാണ് എങ്കിൽ ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളത്ത് ഒരു സീറ്റുള്ള ഒരു റിസർവേഷന് നിങ്ങൾക്ക് എലിജിബിൾ ആകുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾ വേണ്ട ഡോക്യുമെന്റ്സ്, റെക്കോർഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് കയ്യിൽ കരുതേണ്ടത്, അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ എല്ലാ കാറ്റഗറികളും അപ്ലോഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ അവർ കയ്യിൽ കരുതേണ്ട ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ ഒരു ഫോട്ടോയും ഈ സിഗ്നേച്ചറും അതോടൊപ്പം തന്നെ നേറ്റിവിറ്റിയും നാഷണാലിറ്റിയും തെളിയിക്കുന്നതും ഒക്കെ ഏജ് തെളിയിക്കാനും ഒക്കെ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മതിയാകും. അപ്പൊ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെയാണ് നിങ്ങൾ കയ്യിൽ കരുതേണ്ടത്. ഇനി നിങ്ങളുടെ ബാക്കി നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരുന്നവരാണ്, ഏതെങ്കിലും റിസർവേഷൻസ് ആപ്ലിക്കബിൾ ആകുന്നവരാണ് എങ്കിൽ നിങ്ങൾ അതിന് അനുവാദികമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും കളക്ട് ചെയ്ത് വെക്കുക. വില്ലേജ് ഓഫീസറിന്റെ അടുത്ത് നിന്നൊക്കെ നിങ്ങൾ എവിടുന്നാണോ തഹസിൽദാറിന്റെ അടുത്തുനിന്നാണോ എവിടുന്നാണോ നിങ്ങൾക്ക് അതിന് വേണ്ട സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് പറഞ്ഞത് അവിടുന്ന് തന്നെ നിങ്ങൾ അത് കളക്ട് ചെയ്ത് വെക്കുക. കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഈസി ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾ ഓടാൻ നിൽക്കണ്ട, നിങ്ങൾക്കത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈസി ആയിട്ട്. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ റൈറ്റ്സ് നിങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ ഇതുപോലെയുള്ള നിങ്ങളുടെ റിസർവേഷൻ ആപ്ലിക്കബിൾ ആകുന്നവരാണ്, നിങ്ങൾ അതിന് എലിജിബിൾ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ആ ഒരു സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസർവേഷൻ അനുസരിച്ച് ആ സീറ്റ് നിങ്ങൾ കിട്ടാൻ തന്നെ നോക്കുക. കാരണം ബാക്കിയുള്ള കുട്ടികൾ എന്ത് ചെയ്യും, ഈ പറയുന്ന റിസർവേഷൻ കിട്ടുന്ന സീറ്റുകൾ അവർ അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ് വെച്ച് അവർ ആ സീറ്റിൽ കയറാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു റൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എന്തിന് കിട്ടാതിരിക്കണം. അപ്പോൾ നിങ്ങൾ ആ വേണ്ട സർട്ടിഫിക്കറ്റ് ഇട്ട് അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫക്റ്റിന്റെ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച് നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കേരള ലോ എൻട്രൻസ് എക്സാമിനേഷന്റെ ഡേറ്റ് വരുമ്പോൾ എന്തായാലും അറിയിക്കുന്നതായിരിക്കും. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ക്ലീയുടെ ക്ലാസ്സസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ കണ്ടു നോക്കണം. ക്ലീക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്നൊക്കെ അറിയില്ലാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.